ചോദ്യം ശരിക്കും ശ്രദ്ധിച്ച് മറുപടി അങ്ങ് പറയുക. പ്രസംഗം ഇവിടെ ആവശ്യമില്ല. തോട്ടുമുഖത്ത് പരാമർശിച്ച ഒരു വിഷയമാണ് ചോദിക്കുന്നത്. തോട്ടുമുഖത്തുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞത് മുഴുവനും വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രമാകുന്നു. അതൊന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തെളിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വച്ചല്ലോ, സ്വർഗം ചോദിക്കുന്ന വിഷയം. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വർഗം ചോദിച്ച സംഭവം വളരെ പ്രസിദ്ധമാണ്. കാരണം റബീഅ തങ്ങൾക്കറിയാം സ്വർഗം ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്. നബി തങ്ങൾ നേരെ കൊടുക്കുമെന്നല്ല, അള്ളാഹു ശുപാർശ ചെയ്ത് അതിനുള്ള ചാൻസ് ഒരുക്കി കൊടുക്കും നബി തങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ എന്റെ ഒന്നാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ നിങ്ങളുടെ അടുക്കൽ സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. ഇത് ഇമാം മുസ്ലിം അവിടുത്തെ ഹദീസിൽ ഉദ്ധരിച്ചു. ഈ പറഞ്ഞ ഹദീസ്, ഈ ഹദീസിന് മറുപടിയായി തോട്ടുമുഖത്ത് ഈ മൗലവി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഇമാം തൊബ്രാനിയുടെ ഒരു ഇബാറത്ത്, ഒരു ഹദീസ് വായിക്കുന്നുണ്ട്. അസ്അലുക അൻ തദുഅല്ലാഹ ലി, എന്നോട് ദുആ ചെയ്യാനാണ് നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മാത്രമാണ്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അവസാനം അദ്ദേഹം പറഞ്ഞു, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എന്നെ സ്വർഗത്തിലെ പ്രവേശിപ്പിക്കുവാനോ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാനും അന്ന് എനിക്ക് വേണ്ടി ചോദിക്കണം, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാം എന്താണ് അറിയാവുന്നത്. ഇമാം ഖുർആൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. എന്നാൽ ആ ഹദീസിനെ ചുരുക്കിയ രൂപത്തിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചുരുക്കിയ രൂപത്തിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുമോ? ആ ഹദീസിൽ ചോദിക്കുന്നത് ഈ ഹദീസ് ചുരുങ്ങി എന്നതിനെ കൊണ്ടിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ എന്ന കിതാബിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് യഥാർത്ഥത്തിൽ സ്വർഗം ചോദിച്ചിട്ടില്ല എന്നർത്ഥം. ജീവിതത്തിൽ സ്വർഗം ചോദിച്ചു എന്ന് പ്രചരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചോദിച്ചത്. അള്ളാഹുവിന്റെ റസൂല് എന്നെ സ്വർഗത്തിലെത്താൻ വേണ്ടി നിങ്ങൾ ദ്വാരിക്കണം എന്ന് മാത്രമേ ബഹുമാനപ്പെട്ട ആ സ്വഹാബി പറഞ്ഞിട്ടുള്ളൂ എന്ന് ദാരിമി തോട്ടുമുഖത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ആ പറഞ്ഞ ഇമാം തൊബ്രാനിയുടെ ഹദീസ് അതാണല്ലോ ഈ ഹദീസിന് മറുപടിയായി നിങ്ങൾ പറഞ്ഞത്, അത് സ്വഹീഹാണോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. സ്വഹീഹാണെങ്കിൽ ആണെന്ന് പറയുക, ഇല്ലെങ്കിൽ അല്ല എന്ന് പറയുക. സ്വഹീഹാണെങ്കിൽ അതിന്റെ ഉപചോദ്യം, സ്വഹീഹാണെങ്കിൽ ആ തൊബ്രാനി ഇമാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ആ സനദിലെ പരമ്പരയിലെ മുഴുവൻ ആളുകളും യോഗ്യരാണ് എന്ന് ഈ തോട്ടുമുഖത്തുള്ള ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്. തോട്ടുമുഖം പ്രസംഗമാണല്ലോ വിഷയം. അതുകൊണ്ട് ചോദ്യമാകും.